മക്കളെ, വിദേശങ്ങളിലിരുന്നും സ്വദേശങ്ങളിലിരുന്നു കൊണ്ടും ധാരാളം പേര് ഈ പ്രയർ ലൈനിൽ സംബന്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരു പക്ഷേ ഞാൻ നിങ്ങളെ കാണുന്നില്ലെന്ന് വിചാരിക്കുന്നുണ്ടാകും, അല്ലേ? ഓരോ ദിവസത്തെ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥനാലയിൽ സംബന്ധിക്കുന്ന സർവർക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിനകത്ത് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകാം, രോഗപീഠകളുള്ളവരുണ്ടാകാം, തീരാ ദുഃഖങ്ങളുമായി നിൽക്കുന്നവരുണ്ടായിരിക്കാം. ഇന്നിതാ കർത്താവിന്റെ വചനം കേൾക്കുക. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാം വാക്യം. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകുക, വ്യാധിയിൽ നിന്നും വിമുക്തയായിരിക്കുക. പല വിധത്തിലുള്ള രോഗപീഠകളുമായി നിൽക്കുന്ന മക്കളോടാണ് കർത്താവ് പറയുന്നത്, നീ ആ രോഗത്തിൽ നിന്ന്, ആ സങ്കടത്തിൽ നിന്ന്, ആ വ്യാധിയിൽ നിന്ന് നീ വിമുക്തയായിരിക്കുന്നു. നീ അത് വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. നമ്മൾ വിശ്വസിക്കുന്നത് നമ്മിൽ സംഭവിക്കും, നമ്മൾ ഭയപ്പെടുന്നതും നമ്മിൽ സംഭവിക്കും. അതുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പലവിധ രോഗപീഠങ്ങളായിരിക്കുന്ന, പലവിധ കഷ്ടങ്ങളുള്ള നമ്മൾ പ്രാർത്ഥിക്കണം. ആരോട് പ്രാർത്ഥിക്കണം? പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണം, മാലാഖ വൃന്ദങ്ങളോട് പ്രാർത്ഥിക്കണം, സ്വർലോക രാജ്ഞിയോട് പ്രാർത്ഥിക്കണം. അപ്പോൾ എന്തുണ്ടാകും? സ്വർഗത്തിന്റെ സൈന്യം നമ്മുടെ മേൽ കടന്നു വരികയും നമ്മുടെ പ്രാർത്ഥന ദൈവപിതാവിന്റെ പക്കൽ എത്തുകയും ചെയ്യും. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സാധിക്കുന്നവരൊക്കെ ഒന്ന് മുട്ടുകൾ കുത്താം. മുട്ടുകൾ കുത്തി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങളിൽ വന്ന് നിറയട്ടെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധ അമ്മയുടെ വിശ്വാസവും സഹനവും ഞങ്ങളിൽ വന്ന് നിറയട്ടെ. പരിശുദ്ധ അമ്മയുടെ വിനയവും വിശുദ്ധിയും ഞങ്ങളിൽ വന്ന് നിറയട്ടെ. പരിശുദ്ധ അമ്മയുടെ അനുസരണവും പരസ്നേഹവും ഞങ്ങളിൽ വന്ന് നിറയട്ടെ. പരിശുദ്ധ അമ്മയുടെ ധീരതയും രക്തസാക്ഷിത്വവും ഞങ്ങളിൽ വന്ന് നിറയട്ടെ. പരിശുദ്ധ അമ്മയുടെ സ്നേഹവും സമർപ്പണവും ഞങ്ങളിൽ വന്ന് നിറയട്ടെ. പരിശുദ്ധ അമ്മയുടെ ഭക്തിയും പ്രത്യാശയും ഞങ്ങളിൽ വന്ന് നിറയട്ടെ. പരിശുദ്ധ അമ്മയുടെ സുഹൃതവും മാധ്യസ്ഥതയും ഞങ്ങളിൽ വന്ന് നിറയട്ടെ. പ്രാർത്ഥിച്ചു നോക്കിയോളട്ടോ. അത്ഭുതങ്ങൾ നടക്കും, അത്ഭുതങ്ങൾ. അനുഗ്രഹത്തിന്റെ വർഷമാരി നീ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുന്ന ആ സ്ഥലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഓരോ രോഗികളിലും, ഓരോ സങ്കടം അനുഭവിക്കുന്നവരിലും, പ്രാർത്ഥനാ സഹായം തേടിയ എല്ലാവരിലും ഇപ്പോൾ വന്ന് നിറയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.